ക്രെഡിറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, അത് നിങ്ങൾ തന്നെ എടുത്തു. ഇന്നലെ മോദി പ്രിയങ്ക ഗാന്ധിയോട് പറഞ്ഞതാണ് വനിതാ സംവരണ ബില്ലിൻ്റെ വിഷയമുണ്ടായ സമയത്ത്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് ഈ മറുപടി മോദി പറയണമെന്നുണ്ടെങ്കിൽ അത്ര ശക്തമായ രീതിയിൽ തന്നെ ഇത് നടപ്പാക്കും, ഇത് തന്നെയാണ് തീരുമാനം എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നില്ലേ? അല്ല, അത് ഒന്നതുണ്ട്. രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം, ഈ വനിതാ ബില്ല് ആദ്യം കൊണ്ടുവന്നത് ഇവരുടെ സർക്കാരിൻ്റെ കാലത്താണ്, കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ കാലത്താണ്. ഈ കോൺഗ്രസ്സുകാരൻ ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയിലുള്ള അഖിലേഷ് യാദവിൻ്റെ അച്ഛനൊക്കെ മുലായം സിംഗ് യാദവൊക്കെ ആ സമയത്തുണ്ട്. അവർ ഈ മറ്റേ ബില്ല് പാർലമെന്റിലേക്ക് കീറിക്കളഞ്ഞവരാ. അങ്ങനെ വലിയൊരു പാരമ്പര്യം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന വനിതാ ബില്ലിന് എതിരായിട്ടുള്ള നയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നയമാണോ എന്നുള്ളത് അവരാദ്യം വ്യക്തമാക്കണം. അല്ല, അത് പറയുകയായിരുന്നു പ്രിയങ്ക, ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നതെന്ന്. ഞങ്ങളാണ്, പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് അനുകൂലമായിട്ട് വോട്ട് ചെയ്താൽ പോരെ. അപ്പോഴാണ് മോദി പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്നതാണ്, ക്രെഡിറ്റ് ഒന്നും വേണ്ട എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള വശം. ഈ പല ബില്ലുകൾ ഇവരാണ് കൊണ്ടുവന്നത്. ഇവർ കൊണ്ടുവരുന്ന സാധാരണ ജനോപകാരപ്രദമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കരുത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് അവരൊക്കെ ഇടയ്ക്കുള്ള വഴിയിലെല്ലാം വിട്ടിട്ട് പോകും. ഇതാണ് ഇതിനകത്ത് സംഭവിച്ച് ശരിക്കതാണ്. ഈ വനിതാ ബില്ല് പാസ്സാവുന്ന പോലെ ഏകദേശം 831 അംഗങ്ങളോളാണ് വനിതകൾക്ക് വരിക. ഏകദേശം 50% കൂടും. ഇപ്പം കേരളത്തിൽ നിലവിൽ 20 പേരാണ് ഉള്ളത്. കേരളത്തിൽ 20 പേര് സ്ഥിരമായിട്ടുള്ള 20 പേരാണ്. ആ 20 പേരങ്ങൾ മാറും. ഒരു 1/3 വനിതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വനിതകൾ ഏകദേശം കേരളത്തിൽ 30 സീറ്റായി കഴിഞ്ഞാൽ 10 പേര് വനിതകളാണ് കേരളത്തിൽ വരിക. ഈ 10 ഇത്രയും കാലം നമ്മുടെ ലോക്കൽ ബോഡിയിൽ ഉണ്ടായിരുന്ന അതേ അനുഭവം. കാരണം ലോക്കൽ ബോഡിയിൽ കഴിഞ്ഞ 30 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളുകൾക്ക് എനിക്കറിയാമല്ലോ, 18 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളുകൾ എനിക്കറിയാം. ഇവരാരും മാറൂല. ഈ സ്ഥിതിക്ക് മാറ്റം വന്നത് വനിതകൾ കൂടിയിട്ട് നമ്മുടെയുള്ള ലോക്കൽ ബോഡിയിൽ വന്നതിന് ശേഷമാണ്. സമാനം തന്നെയാണ് പാർലമെന്റിൽ ഇപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ആരൊക്കെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. മിക്കവാറും മെമ്പർമാരെല്ലാവരും നിരവധി വർഷങ്ങളായിട്ട് മെമ്പർമാരായിട്ടുള്ളവരും ഈ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാത്തവരും വനിതകളെ ആ സ്ഥലത്ത് പ്രവേശിപ്പിക്കാത്തവരൊക്കെയാണ് നമ്മുടെ മെമ്പർമാർ. അതിനകത്ത് LDF ഉണ്ട്, UDF ഉണ്ട്. ഈ രണ്ടുപേരുടെ സ്വഭാവം ഒന്ന് തന്നെയാണ്. അവരൊരിക്കലും ഈ കസരയിൽ നിന്ന് വിട്ടൊഴിഞ്ഞു കൊടുക്കില്ല. ഇപ്പോഴും തന്നെ ഉണ്ടല്ലോ, കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ളൂ, ആരാണ് അധികാരത്തിലെത്തുന്ന അറിയില്ല. ഈ സമയത്ത് പോലും കോൺഗ്രസിൽ നടക്കുന്ന ചക്കളത്തി പോരാട്ടം അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം. അത് കെ സുധാകരനാവണം, VD സതീശനാവണം, രമേശ് ചെന്നിത്തലയ്ക്കാവണം, മറ്റേ ഇലക്ഷൻ മത്സരിക്കാത്ത ഇയാൾക്കാവണം, വേണുഗോപാലിനാവണം. ഇങ്ങനെയുള്ള എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരം പോലെ തന്നെയാണ് പാർലമെന്റിലേക്കുള്ള ഇവരുടെ പരിപാടി. ഇത് പരിപാടികൾ സ്ത്രീ വിരുദ്ധമാണ്. ഞാൻ മറ്റൊന്നും കൂടി പറഞ്ഞാൽ, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും സമയത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷയൊക്കെ ഉണ്ട് വനിതയെ ആക്കിയിട്ടുണ്ട്? ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധിയായി, പിന്നെ അവരുടെ മരുമകളായിരിക്കുന്ന സോണിയാഗാന്ധിയായി. ഇതല്ലാതെ കണ്ട് ആരെയും ഈ പാർട്ടി ആക്കൂല. ഇപ്പൊ കേരളം തന്നെ എടുക്കുക, സാക്ഷര കേരളമാണ് കേരളം. 1900 തുടങ്ങിയിട്ടുള്ള കേരളത്തിൻ്റെ 57 മന്ത്രിസഭ തുടങ്ങിയിട്ടുള്ള ഇന്നത്തെ കണക്കൊരെടുത്താൽ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ കേരളത്തിൽ നിന്ന് ഒരു വനിതയെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല. അതാരും ആക്കിയിട്ടില്ല. UDF ആക്കിയിട്ടുണ്ടോ? ഇല്ല. LDF ആക്കിയിട്ടുണ്ടോ? ഇല്ല. ഈ 2 പ്രസ്ഥാനങ്ങൾ ആക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പോലും വനിതകൾ ഇവർ തിരഞ്ഞെടുക്കില്ല. ഈ കഴിഞ്ഞ ടേമിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. അപ്പോൾ ശൈലജ ടീച്ചർക്കാണ് സത്യത്തിൽ ഭൂരിപക്ഷം കൂടുതലുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചതും ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കുമെന്നുള്ളതായിരുന്നു. അവിടെ പോലും ഒരു തിരുത്തലേ വന്നത്. അല്ല, അത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് യാതൊരു പ്രാധാന്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിൽ 56 രാജ്യങ്ങൾ ഭരണം നടത്തിയിരുന്നു. ഒരു രാജ്യം, എൻ്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ എന്നോട് പറയട്ടെ, ഒരു രാജ്യത്തിലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വനിതകളെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ KR ഗൗരിയമ്മയെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷൻ മത്സരിപ്പിച്ചു. അതേപോലെ തന്നെ മത്സരിച്ച് ജയിച്ചു വന്ന സമയത്ത് KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയായില്ല. അന്ന് ആകാൻ വേറെ ആണുങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് KR ഗൗരിയമ്മ ഈ പാർട്ടി വിട്ട സമയത്ത് ഇവരെന്താ ചെയ്യുന്നറിയാമോ? KR ഗൗരിയമ്മയുടെ പാർട്ടി ഓഫീസുള്ള അരൂരിലെ പ്രദേശം നാഷണൽ ഹൈവേക്ക് വേണ്ടി അക്വയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിപ്പിച്ചത് EK നയനാരാണ്. ഈ തെളിവുകളുണ്ടല്ലോ. EK നയനാർ അവരെ ഒഴിപ്പിക്കുകയാണ്. മറ്റൊന്നും കൂടി ചെയ്യുന്നുണ്ട്. ശ്രീമതി KR ഗൗരിയമ്മ ആ സമയത്ത് അരൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിനേക്കാൾ 50% വോട്ടുകൾ അവർക്ക് കൂടുതൽ കിട്ടി. അവർ അസംബ്ലിയിലെത്തി. ആ അസംബ്ലിയിലെത്തിയ സമയത്ത് എന്താ നയനാരും കൂട്ടുകയും ചെയ്തത്? ഇവരെ ബാക്ക് ബെഞ്ച് കൊണ്ടിരുത്തി. KR ഗൗരിയമ്മയെ പോലെയുള്ള വളരെ സീനിയറായ ഒരു നിയമസഭാ സാമാജികയെ നിയമസഭയുടെ ബാക്കിൽ കൊണ്ടിരുത്തി. അതുപോരാ, മൂന്നാമത് ഒന്നും കൂടി ചെയ്തു. അവർക്ക് അനുവദിച്ചത് ഒരു ചെറിയ മുറിയാണ്, 200 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളൊരു മുറി.
ആ മുറിക്കകത്ത് ആരൊക്കെ താമസിക്കേണ്ടതെന്ന് അറിയാമോ? അവർ താമസിക്കണം, അവർ ഡ്രൈവർ താമസിക്കണം, അവർ സെക്രട്ടറി താമസിക്കണം. ഈ മൂന്നുപേരും കൂടി ഒരു മുറിയിൽ താമസിക്കാൻ പറ്റുമോ? ഒരു കോമൺ സെൻസ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടോ? ഇ.കെ. നായനാർക്ക് കോമൺ സെൻസ് ഉണ്ടോ? അല്ലെങ്കിൽ വി.എസ്. അച്യുതാനന്ദന് കോമൺ സെൻസ് ഉണ്ടോ? അല്ലെങ്കിൽ എം.എ. ബേബിക്ക് കോമൺ സെൻസ് ഉണ്ടോ? ഗോവിന്ദ മാസ്റ്റർ, പിണറായി വിജയനും ഉണ്ടോ? ഇവർക്കാർക്കും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഒരു സ്ത്രീ താമസിക്കുന്ന മുറിക്കകത്ത് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ഡ്രൈവറെയും കൂടി താമസിപ്പിക്കണം എന്ന് പറയുന്ന തെട്ടൂരം പുറപ്പെടുവിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെങ്കിലും ഈ പറയുന്ന ആള് വനിതാ വിരുദ്ധനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. അങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. കള്ളക്കണക്കുകൾ പറയലാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിന് മട്ടന്നൂരിൽ നിന്ന് ജയിച്ചു. അവർ സാമാന്യം തെറ്റില്ലാത്തൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ഒന്നാമത്തെ പിണറായി സർക്കാരിനകത്ത്. ആ സമയത്താണ് ഇത് കോവിഡൊക്കെ വന്നത്. ആ കോവിഡിന് നല്ല രീതിയിൽ അതിനെതിരായിട്ട് പ്രതികരിക്കാൻ പ്രതിരോധിക്കാൻ അവരെ സംബന്ധിച്ച് സാധിച്ചു. പക്ഷേ ഇയാൾ പിണറായി വിജയൻ എന്താ ചെയ്ത്? ഓരോ ദിവസം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തൊട്ട് വലതുവശത്ത് ശൈലജ ടീച്ചറിനെ ഇരുത്തി കാമാന്നുള്ളൊരു അക്ഷരം ശൈലജ ടീച്ചറിനെ കൊണ്ട് പറയിപ്പിച്ചില്ല. പിന്നെയോ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഞാനാണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നതെന്നുള്ള ഒരു ബുദ്ധിയോടുകൂടിക്കൊണ്ട്. എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ശൈലജ ടീച്ചറിനെയോ സുശീല ഗോപാലിനെയോ KR ഗൗരിയമ്മയോ ആരെയും തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തുവാനും യാതൊരു ഉദ്ദേശവുമില്ല. മറിച്ചല്ല, കോൺഗ്രസിന്റെ കാര്യം എടുത്തു നോക്കിയാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു ഒരു വനിതാ മുഖ്യമന്ത്രി വന്നേക്കാം. അത് അയാളുടെ പെങ്ങളാവാൻ വേണ്ടിയിട്ടാ. അത് മറ്റേ പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് കെട്ടിയിട്ടിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാ. പ്രിയങ്ക അവിടെ ഇരിക്കുന്നത് തനിക്ക് ദോഷം ചെയ്യുന്നുള്ള കൃത്യമായ ബോധ്യം. അതെ, അയാൾക്ക് ബോധം പൊതുവെ കുറവാണ്. കാരണം അയാൾക്ക് ബോധമുണ്ടെന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, അത് KC വേണുഗോപാലാണ്. അതിന് കാരണം ഇനി KC വേണുഗോപാലിന് കേരളത്തിന് മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ ചിന്തകനാണ്, മഹാപണ്ഡിതനാണ്, വലിയ വിവരമുള്ള ആളാണ്, സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ടൻ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തനിക്ക് പാർലമെൻറ്റിൽ നിന്ന് അംഗമായിരിക്കുന്ന തനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതിന് ശേഷം മത്സരിച്ചാൽ മതി. ഇത് KC വേണുഗോപാലിനറിയാം. അതിനുവേണ്ടി ഒരു കുതന്ത്രം മാത്രമായിരുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധി ബുദ്ധിമാനാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന KCക്ക് മുഖ്യമന്ത്രി ആവണം, VD സതീശനാവണം. ഇനി KCക്ക് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടാണ് രാഹുലിനെ പുകഴ്ത്തുന്നത്. അപ്പോഴും പെങ്ങളെ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവും? അല്ല, പെങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു വനിത മുഖ്യമന്ത്രി ആവണമെങ്കിൽ പെങ്ങളായിക്കോട്ടെ എന്നാണ്, അല്ലെങ്കിൽ KC വേണുഗോപാൽ ആയിക്കോട്ടെ എന്നാണ്. ഈ പെങ്ങളെ കൊണ്ടുവരാൻ ഭാഗത്തിന് കേരളത്തിൻ്റെ അതിർത്തിയെ സംബന്ധിക്കുന്ന വല്ല വിവരവും പ്രിയങ്ക ഗാന്ധിക്കുണ്ടോ? ഒരു വിവരം അവരെ സംബന്ധിച്ചില്ല. അവർ പാർലമെൻറ്റിൽ ആദ്യമായിട്ട് നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്, അത് ഹിമാചൽ പ്രദേശ് BJP ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നടത്തിയത്. അങ്ങനെയുള്ള വിവരം കെട്ട സ്ത്രീയാണ് പ്രിയങ്ക. ഒരുപക്ഷെ വയനാട് നിന്ന് ജയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവർക്ക് രാഷ്ട്രീയ ബോധമോ ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഇവിടുത്തെ ജനങ്ങളെ അനുഭവിക്കുന്ന ദുരിതങ്ങളെ സംബന്ധിക്കുന്നോ യാതൊരു പരിജ്ഞാനവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തന്നെ ഈ വനിതാ ബില്ലിൻ്റെ പ്രസംഗത്തിൽ അവർ പറഞ്ഞത് ഇത് ഞങ്ങൾ കൊണ്ടുവന്ന ബില്ലാണ്. അതിൽ നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ സമ്മതിച്ചു, അത് ക്രെഡിറ്റ് നിങ്ങളെടുത്തോ, വിരോധവും ഇല്ല. പക്ഷേ ഈ ബില്ല് നിങ്ങൾ കൊണ്ടുവന്നെങ്കിൽ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? ഇത് നിങ്ങളൊന്ന് വ്യക്തമാക്കണം ശരിക്ക്. വ്യക്തമാക്കാൻ അവരെ സംബന്ധിച്ച് സാധ്യമല്ല. അപ്പോൾ അവരെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം പകുതി അങ്ങോട്ട് കൂട്ടും. ആ പകുതി കൂട്ടുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് മാത്രം ഇങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂട്ടുന്നില്ലെന്നൊക്കെയാണ് പരാതി പറയുക. എന്തൊരു വിവരക്കേടാണ് ഇവർ പറയുന്നത്? അത് കൂടുകയല്ലേ, അതിനുള്ള പോംവഴിയും പറയുന്നുണ്ടല്ലോ. എല്ലാ സംസ്ഥാനങ്ങളുടെയും അല്ലാതെ കണ്ട് 4 സംസ്ഥാനങ്ങൾ മാത്രം കൂടുകയല്ല ചെയ്യുക. ഇത് 971 ഇതിനു മുമ്പായിട്ട് കൂടിയിട്ടുള്ളത്. 971 ഭാരതത്തിൻ്റെ ജനസംഖ്യ 60 കോടിയായിരുന്നു. ഇന്ന് 140 കോടിയാണ്. സത്യത്തിൽ 2 ഇരട്ടിക്ക് മേലെ വരേണ്ടതാണ്. അതുപോലും ഇന്ന് ചെയ്യുന്നത് 800 ചില ആളുകൾ മാത്രമാക്കുന്നുള്ളൂ. 50% മാത്രമാണ് വർദ്ധിക്കുക. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആലോചിച്ച് നോക്ക്. കേരളത്തിൽ പല പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഈ പാർലമെൻറ്റ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് വിശാലമായിട്ടുള്ള ബഹുപ്രദേശമാണ്. ഒരു മണ്ഡലത്തിൽ ഇന്നലെ ഒരു കണക്ക് ഞാൻ കേട്ടതാണ്, ഒരു മണ്ഡലത്തിലെ പ്രതിനിധി 12 ലക്ഷത്തോളം പേരെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഒരു MP-ക്ക് ഈ 12 ലക്ഷം പേരുടെയും കാര്യം കൃത്യമായി നോക്കാൻ കഴിയുമോ എന്നുള്ളത്. 12 എറണാകുളത്ത് ഞാൻ എനിക്കുകൊണ്ട് 13 ലക്ഷം പേരോ മറ്റാ. 12, 13, 15, 20 വരെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വടക്കൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചില സ്ഥലങ്ങളിലേക്ക് 20 ലക്ഷത്തിന് മേലെ ആളുകളെ പ്രതിനിധീകരിക്കുന്നവരാണ് MP എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരിക്കലും ഒരു MP-യെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തൻ്റെ മണ്ഡലത്തിൽ കൃത്യമായിട്ടുള്ള വികസന പ്രവർത്തനം നടത്താൻ സാധ്യമല്ല. അത് നടത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ആവശ്യമാണ്. ആ ഡീസെൻട്രലൈസേഷൻ്റെ ഭാഗമാണ്
പാർലമെൻറ്റ് സീറ്റുകൾ കൂട്ടുന്നത്. അല്ലാതെ കണ്ട് മുഴുവൻ ഭാരതത്തിലെ 140 കോടി ജനങ്ങളെ ഞങ്ങൾ 500 പേര് കയറി പ്രതിനിധീകരിച്ച് കളയാം, അതിനകത്ത് ഞങ്ങൾ വരുന്ന ഏകദേശം 40% വരുന്ന ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോക്ക് നടത്തിയിട്ട് ചർച്ചകളിൽ പങ്കെടുക്കാതെ കണ്ട് എന്താണ് ചർച്ചാ വിഷയം എന്ന് പോലും ആളുകളെ ബോധ്യപ്പെടുത്താത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ ഏറ്റവും പ്രസക്തി. അതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പ്രസ്ഥാനമാണ്, ജനവിരുദ്ധ പ്രസ്ഥാനമാണ്, ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ പഠിക്കാത്ത പ്രസ്ഥാനമാണ്. അത്തരമുള്ള പ്രസ്ഥാനങ്ങൾ അത് ഏതായിക്കൊള്ളട്ടെ, രാഷ്ട്രീയം നോക്കാതെ കണ്ട് അത്തരം ഒരു മനസ്സ് പലർക്കും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഈ പറയുന്ന പുരുഷമേധാവിത്വമുള്ള സ്ത്രീവിരുദ്ധമായിരിക്കുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഒരു സംവിധാനത്തിന്, ഒരു എന്താ പറയുക, രാഷ്ട്രീയ സംവിധാനത്തിന് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു സ്ഥാനവുമില്ലാന്ന് തെളിയിക്കുന്നതാണ് ഈ പറയുന്ന വനിതാ ബില്ലിൻ്റെ ചർച്ചാവേളയിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി പറഞ്ഞതും അതിന് കൃത്യമായുള്ള രീതിയിൽ മറുപടി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അവർക്ക് ഒരിക്കലും തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത രീതിയിൽ മറുപടി കൊടുത്തും ഈ ഒരു പശ്ചാത്തലത്തിലാണ്.